ശശിധരൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെയുള്ള സിനിമയിൽ മിസ് കുമാരിയായിരുന്നു നായിക. നായികയുടെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. ആലപ്പുഴയാണ്. എൻ പി ചെലപ്പന്നാരി ഏട്ടൻ്റെയാണ് ശശിധരൻ നാടകം. പ്രേമവൈചിത്ര്യം അഥവാ ശശിധരൻ ബി എ എന്നും പറഞ്ഞ് എൻ്റെ അനിയത്തി അനിയനും ആദ്യം നാടകം കളിച്ചതാണത്. അതാണ് ഈ സിനിമ. എനിക്കൊരു പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. ക്യാമറ ഇരിക്കുന്ന അറിയാതെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ക്യാമറയിൽ. അത് പിന്നെ മനസ്സിലായി നോക്കിക്കൂടാതെ. സാധാരണ പോലെ ഞാൻ പറഞ്ഞു, എൻ്റെ കൊണ്ട് സ്വന്തം സമ്പാദ്യം, ജോലിയില്ലാതൊന്നും പെണ്ണിനെ തരാൻ പറ്റില്ല, പണമില്ലെന്നേ, പണത്തിനേ ഉള്ളൂ കുറവ്, അഭിമാനത്തിന് ഞങ്ങൾക്ക് കുറവൊന്നുമില്ല, മേലാൽ ഇവിടെ വരികയോ വിലാസിനെ കാണുകയോ ചെയ്യരുത്, കൂട്ടന് പോകാം എന്നും പറഞ്ഞ് ഒരു യാജ്ഞ പറയുമ്പോൾ ഇയാൾ അങ്ങ് എണീറ്റ് പോകാം തന്നെ. അങ്ങനെ ഒരു രംഗമായിരുന്നു ആദ്യത്തെ. ഞാൻ ഓർക്കുമ്പോൾ ചിലരൊക്കെ പറയും ആ രംഗം കാണാൻ വേണ്ടി കയറിയിരിക്കുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ അമ്മയുടെ റോളിന് തന്നെ 5ാമത്തെ പടമാണ് അമ്മ എന്ന് തന്നെയുള്ളത്. ടി വാസുദേവൻ്റെ അമ്മ. അതിൽ തിക്കുറിശിയായിരുന്നു മകൻ. ബി എസ് സരോജ എന്ന് ജീവിത നൗകയൊക്കെ ഇറങ്ങി നല്ല പേരിലിരിക്കുന്ന സമയമാണ്. അവൾ മകള്, തിക്കുറിശി മകൻ, ലളിത പത്മിനി വലിയ ലളിത മരുമകള്. നല്ല സ്റ്റാർ വാല്യുള്ള പടം. നല്ല പടം. ഇളയതാ, 1 വയസ്സും 10 മാസം ഇളയതാ. അന്നൊന്നും അവർക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ഒന്നും വിളിക്കില്ല, പേരൊന്നും വിളിക്കില്ലായിരുന്നു. എന്നോട് വല്ലതും പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിനോട് പറയും, ചേട്ടാ ഇങ്ങനെ നാടകക്കാലത്ത് ഇന്ന ഡയലോഗ് ഇന്ന പോലെ പറയണം എന്ന് പറയാം. അപ്പം നീ എന്നോട് വന്ന് ചോദിക്കും, നീ എന്താ ഇങ്ങനെ പറയാം? ഞാൻ പറഞ്ഞു എനിക്കതൊക്കെ അറിയാം, ഞാൻ പറഞ്ഞോളാം. ലവ് സീന്, ഒരു ചെറിയ സീനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് നാടകം കളിച്ചത്. പിന്നെ അമ്മയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ സത്യത്തിൽ ഒരമ്മയോടുള്ള ബഹുമാനമൊക്കെ, അല്ലാതെ ഈ വേണ്ടാത്ത വർത്തമാനമൊന്നും ഞാൻ ഇരിക്കുമ്പോൾ പറയുകയൊന്നും ചെയ്തിട്ടില്ല ഒരിക്കലും. ഞാൻ മോനായിട്ട് അഭിനയിച്ചെങ്കിലും പിന്നെ നായികമാരുടെയൊക്കെ അമ്മയും അച്ഛനുമായിട്ടായിരുന്നു ഞങ്ങൾ. ഒരുപാട് പടങ്ങളിൽ തിക്കുറിശി ഞാൻ. അപ്പോഴും തിക്കുറിശി എടീന്ന് വിളിക്കും, എവിടെയാടി ആ കൊട്ട് കേൾക്കുന്നതെന്ന് ഒരിക്കൽ ചോദിക്കണേ. കൃഷ്ണൻ നായർ ഡയറക്റ്റ് ചെയ്യുന്ന പടം വിയർപ്പിൻ്റെ വില. കൃഷ്ണൻ നായരെ ഈ എടീന്ന് പറയാതെ പറഞ്ഞാൽ എന്താ? അതെന്താ? അല്ല എന്തോ എനിക്ക് എന്നെ അങ്ങനെ വിളിക്കാനൊരു മടി. ഇത് സിനിമ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കും. പക്ഷെ അതില്ലാതെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. എവിടെയാ കൊട്ട് കേൾക്കുന്നേ നീ ചോദിക്കും. എടിയില്ലാതെ പറയാമല്ലോ. അങ്ങനെ ഒരു മനോഭാവമായി ആയിരുന്നു എന്നോട്.